to hold on to in life is love. ജീവിതത്തിലെ ഏറ്റവും ലോലമായ ഭാവമാണ് പ്രണയം. പ്രായഭേദങ്ങളില്ലാതെ പ്രതീക്ഷയുടെ സുഗന്ധം നൽകുന്ന ഒരു മനോഹരമായ അനുഭവം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി വാലന്റൈൻസ് വിഷസ്. ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ശ്രീ രമേശ് പിഷാരടി. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും എന്റെയും വാലന്റൈൻസ് ഡേ ആ ഒരു ആഴ്ചയുടെ ആശംസകൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ഈ പ്രണയത്തിന്റെ ഒരു തുടക്കത്തിൽ, പ്രണയം തുടങ്ങുന്ന ആ ഒരു മൊമെന്റിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ചിരി എന്ന് പറയുന്നത്. അത് പറയാൻ തീരുമാനിക്കുന്നത്, ഞാനും ഇന്നയാളുമായിട്ട് പ്രണയത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നത്, പ്രണയം പങ്കുവെക്കുന്നത്, ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മറ്റാരും അറിയാതെ ഒരുപാട് പേരുടെ ഇടയിൽ നിന്നുകൊണ്ട് രണ്ടുപേർ കണ്ണും കണ്ണും നോക്കി പരസ്പരം കൈമാറുന്ന കുഞ്ഞ് ചിരിയാണ് എന്നുള്ളതാണ്. ചിരിയും പ്രണയവും അത്രയും ബന്ധമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ചിരിയുടെ ഈ വേദിയിൽ ഇന്ന് ഈ പ്രണയ ദിനം ആഘോഷിക്കപ്പെടുമ്പോൾ അതിന് ഡബിൾ മധുരമാണ് അല്ലേ? ഡയാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്നെക്കാളൊക്കെ കുറച്ചുകൂടെ ഈ ആഘോഷങ്ങളൊക്കെ കൃത്യമായിട്ട് ആഘോഷിക്കുന്ന ഒരാളാണ്. ഡയാനയുടെ ഒരു കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളിൽ ഏറ്റവും വിലപ്പെട്ട പ്രണയ സമ്മാനം എന്താണ്? സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വാലന്റൈൻസ് ഡേയ്സ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇതുവരെയും സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എല്ലാ ദിവസവും ഷൂട്ടിംഗ് തിരക്കൊക്കെ ആയിരുന്നോ? എന്തോ ഞാൻ പ്രണയിച്ച വ്യക്തി അങ്ങനെ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എടുക്കണ്ടേ? എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് മേ ബി ഒരു കാർഡ് ലഭിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു അതിഥി കൂടിയുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഈ വിഷയത്തെ പറ്റി ചിലപ്പോൾ നമുക്ക് ചോദിക്കാനും പറയാനും സംസാരിക്കാനും ഒക്കെ പറ്റും. മിനി സ്ക്രീൻ തുടങ്ങി ബിഗ് സ്ക്രീനിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് 3-4 ഭാഷകളിൽ അഭിനയിച്ചുകൊണ്ട് അന്നും ഇന്നും എന്നും നമുക്ക് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട, നമ്മുടെ വീട്ടിലൊരാളെ പോലെ തോന്നുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട നായിക സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മിയ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് മിയനെ വിളിച്ചിട്ട് മിയ ഇന്ന ഡേറ്റിൽ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഉണ്ട്, മിയ വരണം. ചേട്ടാ ഞാൻ പ്രേമിച്ച് കെട്ടിയതല്ല. ഞാൻ പറഞ്ഞ എനിക്കത് അറിയാം. എല്ലാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ വിചാരിച്ചിട്ടല്ല, ഞാൻ അങ്ങനെ ഒരു പ്രാധാന്യം നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഈ പ്രേമിച്ച് കെട്ടിയവർക്ക് പിന്നീട് ഇത് അറേഞ്ച് ചെയ്തായിരുന്നു അങ്ങനെ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ശ്രമിക്കുന്നവരുണ്ട്, കുറച്ചധികം ആൾക്കാരുണ്ട്. ഇത് അല്ലാത്തവർക്ക് ഈ ആരോപണം കേൾക്കുമ്പോ എന്ത് വേദന എന്നറിയാമോ? ഞങ്ങൾ എന്തോരം ത്യാഗങ്ങൾ ചെയ്തിട്ടാ മര്യാദയ്ക്ക് വന്നത് അല്ലേ? എന്തര പ്രലോഭനങ്ങളെ തരണം ചെയ്ത് വന്നിട്ടാണ് വീട്ടുകാര് പറഞ്ഞ് ആലോചിച്ച് അങ്ങനെ എത്തിയതാണ്. ഈ മിയയുടെ ഹസ്ബൻഡിനെ മിയ എപ്പോഴും അപ്പു എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അപ്പു, പുള്ളിക്ക് വേറെന്തോ ഒരു പേര് ശരിക്കുണ്ടല്ലോ, എന്തത്? അശ്വിൻ ശരിക്കുള്ള പേര് അശ്വിൻ. പിന്നെ അശ്വിൻ അല്ലല്ലോ, ഇവന് വേറെന്തോ വിളിക്കുന്നത്, ഫിലിപ്പ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടത്. അപ്പനമ്മമാരിട്ട് അശ്വിൻ എന്നുള്ള പേര് ഇഷ്ടമില്ല, ഫിലിപ്പ് എന്നുള്ള പേര് ഇഷ്ടമാണ്. അതുകൊണ്ട് കുറെ അപ്പൊ അശ്വിന്റെ ആയും ഫിലിപ്പിന്റെ പായും എടുത്ത് മിയ അപ്പു എന്ന് വിളിക്കാൻ തുടങ്ങി പുള്ളിക്കാരനെ അല്ലേ? അതുമല്ല, നമ്മുടെ വിവാഹശേഷം ഭാര്യയും ഭർത്താവിനെയൊക്കെ നമ്മുടെ സ്വന്തമാക്കുന്നതിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഒരു പേരും കൂടി ഇടും. അത്രയും നാൾ ആരും വിളിക്കാത്ത ഒരു പേരും കൂടി ഇട്ടിട്ടാണ് പലരും വിളിക്കുന്നത്. പക്ഷെ മിയ പരമ്പരാഗതമായ പേരിൽ തന്നെ അങ്ങോട്ട് ചെന്ന് അപ്പു തന്നെ വിളിക്കാൻ വിളിച്ചത്. പക്ഷെ എന്നെ ചില പേര് വിളിച്ചാൽ എനിക്ക് ഇഷ്ടം. എന്താ മിയക്ക് എന്താ അപ്പു വാവ വീട്ടിൽ വിളിക്കുന്നത്? വാവന്നാണ്, പുള്ളി വാവയെന്നാണ് വിളിക്കുന്നത്. എന്റെ മമ്മി എന്നെ വാവന്നൊക്കെ വിളിക്കായിരുന്നു. എന്റെ ചേച്ചിക്ക് കുഞ്ഞിപ്പിള്ള 3 മക്കളാ. മമ്മിക്ക് കൊച്ചുമക്കൾ എന്നുണ്ടായോ അതിനുശേഷം മമ്മി എന്നെ വാവ, കുഞ്ഞാവ അങ്ങനെ വിളിച്ചിട്ടില്ല. ആ സ്ഥാനം നമ്മുടെ പോയി. അത് കഴിഞ്ഞ് അതെ കുഞ്ഞാവയായി, എനിക്ക് കൊച്ചായി. പക്ഷെ ഹസ്ബൻഡ് വിളിക്കും, വാവാന്ന് വിളിക്കും. അപ്പൊ അത് ആ ചില പേര് എനിക്കിഷ്ടമാണ്. ഇനി ഈ അപ്പു നിങ്ങൾക്ക് മിയക്ക് കൊണ്ട് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്താണ് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക്? കല്യാണത്തിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് പുള്ളിയുടെ അടുത്തുനിന്ന് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടും. കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ നെക്സ്റ്റ് ഡേ ഉറങ്ങി എണീറ്റ് രാവിലെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ജ്വല്ലറിയുടെ ഒരു സെറ്റ് ഇങ്ങനെ കൊണ്ടു തന്നു. അപ്പത്തേക്ക് ഇതെന്താ സംഭവം? ഞാൻ ഓർത്തത് അവിടെ ഇങ്ങനെ ഇരുന്നാണെന്താ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തുറന്നു നോക്ക് എന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു ചോക്കറും അതിന്റെ ഒരു ഇയറിംഗ്. അതാണ് വെഡിങ്ങിന്റെ നെക്സ്റ്റ് ഡേ പുള്ളി എനിക്ക് തന്നത്. എനിക്ക് ആ സ്ട്രാറ്റജി മനസ്സിലായില്ല. നമ്മളൊക്കെ തലേന്ന് കൊടുക്കും അല്ലെ മുമ്പേ കൊടുക്കും. ഇവൻ ഇത് കഴിഞ്ഞു കൊടുത്തത് എന്തിനാന്ന് എനിക്ക് കൃത്യമായിട്ട് അത് ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടാ. ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും പ്രണയം ഉണ്ടായിരുന്ന കഥാപാത്രം ഏതായിരുന്നു? മിയക്കല്ല, എന്റെ മെഴുതിരി അത്താഴങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആ ക്യാരക്ടർ
കുറച്ചും കൂടെ ഒരു പ്രണയം കണക്റ്റഡ് ആയിട്ട് വന്നൊരു സിനിമയായിരുന്നു. അതെനിക്ക് ഇഷ്ടമുള്ളൊരു മൂവിയായിരുന്നു. ചേട്ടനൊക്കെ പ്രണയ കഥ പറയൂ. കല്യാണത്തിന് ശേഷമുള്ള ചേച്ചിയായിട്ടുള്ള ഭാര്യയായിട്ടുള്ള നമ്മുടെ പ്രണയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പെണ്ണ്, നമ്മുടെ അതേ വേവ് ലെങ്തിലുള്ള ഒരു പെണ്ണ്, നമ്മളുടെ എല്ലാ പ്രാന്തുകളും അതുപോലെ തന്നെ ഉള്ള ഒരു പെണ്ണ്, നമ്മളെ കരിയറിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണ്. പക്ഷെ ഇങ്ങനെ 4 പെണ്ണുങ്ങളുള്ളത് കാര്യം ഭാര്യ അറിയരുത്. അതുകൊണ്ട് ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്റെ അമ്മ ഞാൻ ഓർക്കുന്നു ചേച്ചിനെ കുറിച്ച് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ്. 1 2 3 4 ഈ 4 പെണ്ണുങ്ങളെ കുറിച്ച് ഭാര്യ അറിയരുത്. ഞാൻ പ്രണയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടാണ്. ഒരാളെ മറ്റേ ആള് കാണാനോ പരിചയപ്പെടാനോ അതിന്റെ ഓപ്പറേഷൻ ഭയങ്കരമായിരിക്കും. പറഞ്ഞാലും ഈ 4 ഗുണഗണങ്ങളും ഉള്ളൊരു വ്യക്തിയാണ് സൗമ്യ ചേച്ചി, രമേശേട്ടന്റെ ഭാര്യ. ഇത്രയും ഹാൻസം ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള കാരണം തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വൈഫാണ്. അതെ, മക്കളെയൊക്കെ നോക്കി ചേട്ടന് സ്വസ്ഥമായിട്ട് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം എല്ലാം ഒരുക്കി തരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെന്റലി ചേട്ടൻ ഹാപ്പിയാണ്. മീനെ വിളിച്ച് പൈസ കളയണ്ടായിരുന്നു, അവളെ വിളിച്ചോണ്ട് വന്നായിരുന്നെങ്കിൽ ഇത്രയും പ്രൊമോഷൻ ചെയ്യുന്ന കാര്യത്തില്. തൽക്കാലം രണ്ടുപേരോടൊപ്പം വരുന്നോളൂ. നമുക്ക് ഒരുപാട് ലവ് മൊമെന്റ്സിനെ കുറിച്ചൊക്കെ അറിയാനുണ്ട് രണ്ടുപേരുടെ കയ്യിൽ നിന്നും. നല്ലൊരു കൈ. അപ്പൊ എല്ലാവർക്കും, എല്ലാ വ്യൂവേഴ്സിനും എല്ലാവർക്കും എന്റെയും വാലന്റൈൻസ് ഡേ വിഷസ്. ശരിക്കും ഈ ഒരു ബലൂൺ പിടിച്ച് വരുമ്പോൾ തന്നെ എന്തുമാത്രം പ്രണയമാണല്ലേ ഇങ്ങനെ താത്ത ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുന്നത്. അല്ല, കാണാൻ തന്നെ ഭയങ്കര ഒരു അതെ അതെ അതെ. ശരിക്കും പ്രണയത്തിന്റെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സീനിയർ മോസ്റ്റ് ആണ് നമ്മുടെ താത്ത. നല്ലൊരു ദിവസമായിട്ട് എന്നെ വിളിച്ചു വരുത്തിട്ട് സീനിയർ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ വയസ്സെത്തിയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, അങ്ങനെയല്ല. പിന്നെ പ്രേമത്തിന്റെ കാര്യത്തില് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാള്. അനുഭവങ്ങളെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുക. അപ്പം നല്ല മഴ. അപ്പം ഇങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് ഇങ്ങനെ നോക്കി ഇങ്ങനെ അനന്തവികായസിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ മഴ അങ്ങോട്ട് കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു. അങ്ങനെ വെള്ളം നിറഞ്ഞ് അവസാനം ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം അങ്ങോട്ട് കയറി വരാം. വീട്ടിലേക്ക് വെള്ളം കയറി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അരക്കൊപ്പം വെള്ളമായി. അരക്കൊപ്പം വെള്ളം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ കയറ്റി ഞങ്ങൾ പെരയുടെ മുകളിൽ കയറി ഇരിക്കുക. അപ്പം പെരയുടെ മുകളിൽ അപ്പോഴാണ് ഈ ഹെലികോപ്റ്ററൊക്കെ വന്ന് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ മൊത്തം പ്രളയം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രളയാനുഭവം. പ്രളയാനുഭവം അല്ല, പ്രണയാനുഭവം. നിന്റെ ആങ്കറിങ് ശരിയാവാനിട്ടല്ലേ ഇവിടെ പറഞ്ഞത്? അങ്ങനെയല്ലേ എന്താ അറിയാൻ പാടില്ല അതിന്. അതെല്ലാം പോട്ടെ, താത്തയ്ക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്കാ? അതെ. അതിവിടെ മത്സരാർത്ഥികൾക്ക് കൊടുക്കണല്ലേ പ്രൈസ്? അതല്ല, ഒരു സർപ്രൈസ്. എന്താന്നറിയില്ല അല്ലേ? ഇപ്പൊ തരാം. അതായത് താത്തയുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ, താത്തയുടെ ബെറ്റർ ഹാഫ്, താത്ത പ്രേമിച്ച് വിവാഹം ചെയ്ത നമ്മുടെ സ്വന്തം ചോദിക്കുന്നില്ല. നല്ല മൊഞ്ചത്തികളൊക്കെ ഒരുപാടുണ്ടല്ലോ. നമസ്കാരം. ഈ ഡയാനയുടെ കൂടെ താത്ത ഇവിടെ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ വേണമായിരുന്നു ബീരാനിക്കനെ കൊണ്ടുവരാൻ. വന്നതിൽ വളരെ സന്തോഷം. തിരക്കുകൾ മാറ്റി നമ്മുടെ എപ്പിസോഡിൽ പങ്കെടുക്കാൻ വന്നല്ലോ. സന്തോഷായി. ആളുടെ എൻട്രി കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൂട്ടത്തില് ഉള്ളവരെക്കാളും ഒക്കെ മനസ്സിൽ പ്രണയം. കാരണം നമ്മളൊക്കെ വെറും കൈയോടെ ഒരു മൈക്കൊക്കെ പിടിച്ച് വന്നപ്പോ ആള് ഫ്ലവർ ഒക്കെ പിടിച്ചാ വന്നേക്കുന്നേ. ചാക്കരയുമ്പയൊക്കെ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. എനിക്കറിയാം. നിങ്ങളുടെ ഒരു പ്രണയത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു അത്? അതായത് ചെറുപ്പത്തില് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം, ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സ്റ്റേറ്റ് ഫോർവേഡായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അന്ന് ഞാൻ ഈ സ്കൂളിലേക്ക് പോണ സമയത്ത് ഈ പുസ്തകം ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാപ്പാൻ്റെ മുഖത്ത് നോക്കിയാൽ പിന്നെ താഴത്തേക്ക് നോക്കുള്ളൂ. പിന്നെ ഇങ്ങനെ നടന്ന് സ്കൂളിൽ ചെന്ന് മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുള്ളൂ, വേറെ ആരുടെയും മുഖത്തേക്ക് നോക്കൂല. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്കൻ, ഇവൻ ഇതുപോലെ ബൈയിൽ നിന്നിട്ട് ഒരു പൂവ് കാണിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് ഹലോ എന്ന് മണ്ടി വിളിക്കും. എനിക്ക് ഈ ചെറുക്കനെ കണ്ണിൻ്റെ ഇരുമണിക്ക് കണ്ടുകൂടാ. അങ്ങനെ ഒരു ദിവസം ഈ ചെറുക്കൻ എൻ്റെ മുമ്പിൽ കയറി ബട്ടൺ നിന്നിട്ട് പൂവ് കാണിച്ചിട്ട് പറയാ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഞാൻ പറഞ്ഞു, പോടർക്കാ
പോയി തരത്തിൽ പോയി കളിക്കടാ, എനിക്ക് ഇന്ന ഇഷ്ടമല്ലടാ, പോടാ ചെയ്താൻ പോറാ. നമ്മൾ 4 ആട്ടം കാട്ടി അവനെ വെളിച്ചെണ്ണ പിഴിഞ്ഞു. അത് തന്നെ അത്രയ്ക്ക് വലിയ ആട്ടായിരുന്നു. ആട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവന് എന്നോട് ദേഷ്യമായി. അങ്ങനെ ഈ ടോക്സിക് പയ്യൻ എന്നോടുള്ള ദേഷ്യത്തിന് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇല്ല. എന്റെ പിഷു, മിയ, മക്കളെ എന്താ ചെയ്തെന്നറിയാമോ? ഇവൻ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലെ ബാത്റൂം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളില് ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ് നമ്പർ എഴുതിയിട്ടു. അറിയാമോ? സത്യമായിട്ടും ഈ നേരത്താണ് പിഷു നമ്മൾ ഇവിടുത്തെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞിട്ട് നേരെ പോണത്. ഞാൻ ഈ കോയമ്പത്തൂർക്ക് കുർള ട്രെയിനിന് കയറി പോവേണേ. ഇനി കോയമ്പത്തൂരിനല്ലോ കുർള. അല്ലാതെ ബാക്കി അറിയാൻ ഞാൻ മാറി കയറില്ലല്ലോ. ആ മാറി കയറിയെന്ന് അവര് പറയണേ. പക്ഷെ ഞാൻ സമ്മതിക്കൂല. നമ്മൾ ട്രെയിനിൽ കയറി, നമ്മൾ ഒന്നാമത് ഈ കള്ളവണ്ടി കയറിയേക്കണേന്റെ ഒരു പടവെടുപ്പ് നമ്മുടെ നെഞ്ചിലുണ്ടാവൂലേ. TTR എപ്പോഴാണ് വന്നെ, എപ്പോഴാണ് കൊങ്ങക്ക് പിടിക്കണമെന്ന് അറിയാനും പറ്റൂല. അതുകൊണ്ട് നമ്മൾ ന്യൂട്രലിലെ നേരെ കക്കൂസിൽ കയറി. കക്കൂസിൽ കയറി ഇരുന്ന് നോക്കിയപ്പോഴാണ് ഇത് വിസ്താരമ പോലെ ഒരു നമ്പർ കിടക്കണം. അതിലേക്കൊന്ന് വിളിച്ചു നോക്കി. ഒരു വീട്ടിലെ നമ്പറാന്ന് മനസ്സിലായി. അങ്ങേ തലക്കിൽ ഒരു കിളി ശബ്ദം. പിന്നെ അതങ്ങട് കണ്ടിന്യൂ അങ്ങോട്ട് ചെയ്ത്. പിന്നെ ഫോണോട് ഫോണായിട്ട് ഇങ്ങനെ പോയി. ഞാൻ കോയമ്പത്തൂർ പോയില്ല, നേരെ തിരിച്ചിങ്ങോട്ട് പോന്ന്. നേരിട്ടൊന്ന് കണ്ടേ. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോ ഈ വിളി അങ്ങോട്ട് നിന്നു. വിളി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് ഒരു ക്യൂരിയോസിറ്റി തുടങ്ങി. ഈ സംഗതി വിളിക്കാത്ത എന്താ? മിക്സ് ചെയ്തു തിളയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ. അങ്ങനെ എനിക്ക് ഇരിക്കപ്പോർത്തിയില്ല, നടക്കപ്പോർത്തിയില്ല, കിടക്കപ്പോർത്തിയില്ല, വിളിക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ചായക്കടയുണ്ട്. ഈ ചായക്കടയില് വാപ്പയും ഉമ്മയും കൂടി ആ ചായക്കട നടത്തണേ. അപ്പൊ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എടി ആമിന, നീ ഇത്തിരി നേരം ചായക്കടയിൽ നോക്കൂ, ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് പോയി. അങ്ങനെ ഞാൻ ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എങ്ങാണ്ടൊന്ന് വലിഞ്ഞേറിയ സാധനം കടയിൽ വരുന്നത്. അപ്പൊ ഇയാൾക്ക് എന്നെ അറിയാം, കാരണം ഈ നമ്പർ ഉദ്ദേശിച്ചിട്ട് വന്നേക്കണല്ലോ. കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല, ഇയാളും കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല, മനസ്സിലായ? അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ചായ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ബീഡി കത്തിക്കാൻ തീ കൂടി ഇങ്ങനെ എടുത്തോന്ന് പറഞ്ഞു. അത് വല്ലതാണല്ലേ, ഒരു റൂട്ട് അങ്ങനെയല്ല. ഞാൻ തീക്കൊള്ളി എടുത്തിട്ട് ഇങ്ങോട്ട് തിരിയണ സമയത്ത് പുറയിൽ നിൽക്കണ മുതല് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനാണ് എന്നും വിളിക്കണ മുതല്. അപ്പൊ പുള്ളി എന്റെ കണ്ണിലേക്ക് നോക്കി, ഞാൻ എന്തിനാ താഴത്തേക്ക് നോക്കി. ഈ കാല് വെച്ച് ഇങ്ങനെ ഷണ്ണട്ടൊക്കെ വരക്കണ ഒരു പരിപാടി ഉണ്ട്, കളം വരക്കണ. ആ കളം ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ താടി ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് പൊക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കേ. ഞങ്ങൾ കണ്ണും നോക്കി, ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ അടഞ്ഞു, ഞങ്ങളുടെ കൈകൾ വിറച്ചു, താടികൾ വിറച്ചു, ചുണ്ടുകൾ വിറച്ചു. എൻ്റെ പൊന്നു മോളെ, ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്നുറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഉണർന്നേനെ പിഷു. പിന്നെ ഒരൊച്ച കേട്ട് ഞങ്ങൾ ഉണരുമ്പോ നാട്ടുകാർ ചുറ്റും കട വളഞ്ഞേക്കാം. അവിടെ വെച്ച് തന്നെ അപ്പൊ തന്നെ നിക്കാഹാർന്നു. ഒരു തെങ്ങുണ്ടായി, ആ തെങ്ങുമ്മ പിടിച്ച് കേട്ടിരിക്കായിരുന്നു. അങ്ങനെയായിരുന്നു നിക്കാഹ്. ഞാൻ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ചെറുതായിരുന്നപ്പോഴത്തേക്ക്. ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ഗംഭീരമായി. ഏതായാലും ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോ എത്ര കൊല്ലമായി കാണും ഇതൊക്കെ സംഭവിച്ചിട്ട്? ഇപ്പൊ 27. 28ആയി. 27 ഇല്ലെന്നേ, 28അല്ലേ? 27. അതെങ്ങനെ ശരിയാവണം? 28അല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. 27 28 എന്ന് പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം. നിങ്ങളെ പറഞ്ഞു 27. നിനക്കെന്താ ചെവിടിയേറ്റൂടെ? അല്ല, 27, 28 തമ്മിൽ അങ്ങനെ ഒരു സാധനം വേണ്ട. ഞങ്ങള് ഭാഗത്ത് അതിന് ഇവിടെ ഒരു വഴക്കുണ്ടാക്കണ്ടേ നല്ലൊരു ദിവസമായിട്ട് അല്ലേ? നിങ്ങളിപ്പോ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതല്ലേ കാര്യം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ തുടക്കത്തിലേ ഭയങ്കര സ്നേഹിച്ചു കൊടുക്കും. എന്നിട്ട് ഈ ഉടക്കാണ് അവള് വീട്ടിൽ വന്ന് കാണുന്നത്. ശരി, അതെല്ലാം പറഞ്ഞു.
നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, 27-28 കുഴപ്പമില്ല. തൽക്കാലം ഈ എപ്പിസോഡ് നന്നാക്കാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു നല്ല പ്രണയഗാനം പാടിക്കോളൂ. ഒന്ന് പ്ലാൻ ചെയ്ത് പാടിക്കോ. ഏത് പാട്ടാ പാടണ്ടേ? നമ്മൾ ഒരുമിച്ചിരുന്ന് പാടാറുണ്ടല്ലോ. ഏതാ ഏതാ? അത് നിനക്കറിയാലോ. അനുരാഗിണി പാടിയല്ല. അനുരാഗിണി വേണ്ട, അത് ശരിയാവില്ല. എന്താ അത് വേണ്ട, വേറെ പാട്ട് പാടാം. വേറെ പാട്ട് ഏതാ? വേറെ പള്ളിത്തേരുണ്ടോ നമുക്ക് പാടാം. പള്ളിത്തേര് വേണ്ട, അനുരാഗിണി മതി. പള്ളിത്തേര നല്ലത്. അനുരാഗിണി വേണ്ട, അനുരാഗിണി മതിന്ന്. പള്ളിത്തേരല്ലേ നല്ലതെന്ന്. അനുരാഗിണിയല്ലേ നല്ലത്? പള്ളിത്തേരുണ്ടോ ചോദിച്ചു അല്ല, എന്തെങ്കിലും ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് സന്തോഷമായിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. അതിങ്ങനെ അടുത്ത അടിയാവുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് ഇതും വേണ്ട, ഈ ഓപ്ഷനും വേണ്ട. നമുക്ക് സന്തോഷമായിട്ട് ഒരു കേക്ക് ഒക്കെ മുറിച്ച് നമുക്ക് അങ്ങനെ അങ്ങ് പാട്ട് വേണ്ട. പാട്ട് വേണ്ട. നമുക്ക് മധുരം കഴിച്ച് കേക്ക് മുറിച്ച്. അത് നല്ലൊരു ഐഡിയ ആണ്. കേക്ക് മുറിച്ച് നമുക്ക് ഇന്ന് അതുകൊണ്ട് ആഘോഷിക്കാം. അത് മീയുടെ നല്ല ഉഗ്രരാഴ്ച. മോളെ, ഇതിന് ഷുഗർ എത്രയെന്നറിയാമോ? 300-350 ഇതിന് ഷുഗർ. വൈകുന്നേരം ആകുമ്പോ അണ്ണാക്കിലേക്ക് എത്ര ഗുളിയെ ഞാൻ കുത്തി കിടത്തണേന്ന് അറിയാമോ? മോളല്ലല്ല വന്ന് കാലിരുമി കൊടുക്കണ ഞാനല്ലേ, എനിക്കറിയാൻ പാടില്ലേ? ഈ സാധനത്തിന് ഡോക്ടർ പറഞ്ഞേക്കണത് ഷുഗർ തൊട്ടു പോരുന്ന, അതിനാണ് കേക്ക് കുത്തി കയറ്റാൻ പോണത്. എന്താണ് കേക്ക് കുത്തി കയറ്റാൻ പോണത്? എന്ത് വർത്താനം പറഞ്ഞ ആൾക്കാർ കേട്ടോണ്ടിരിക്കും. എന്തൊക്കെ അസുഖങ്ങളുണ്ട്? കേക്കിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ? ഇതിനു മുമ്പ് ഒരു പാട്ട് പറഞ്ഞു. എത്ര വർഷമായി കല്യാണം പാട്ട് പാടാൻ പറഞ്ഞ മര്യാദ പാട്ട് പോലും പാടാൻ അറിയാമല്ലോ. എന്തിനായി മനുഷ്യരെ വിളിച്ചു വരുത്തിയത്? ഹലോ, പ്ലീസ് ഒന്നും ആഘോഷിക്കണ്ട, കേക്ക് മുറിക്കണ്ട, അത് പാടണ്ട. പാടണ്ട. 25 26 വർഷമായാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇല്ല, ഇവിടെ ഒന്ന് ഇരിക്കാവോ? അതിന് പറ്റുമോ? വല്ല കാര്യമുള്ള കാര്യമായിരുന്നു. ആ കേക്കും പോയി, പാട്ടും പോയി, എല്ലാം പോയി. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജിഷ രജിത്ത്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. പക്ഷെ എൻ്റെ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാലക്കാട് കഞ്ചിക്കോട് ബോർഡർ അല്ല, പാലക്കാട് തൃശ്ശൂർ ബോർഡർ അല്ല. എൻ്റെ രൂപവും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വേറെ എവിടെ നിന്നോ വരികയാണെന്ന്. കുറെ മലകൾ, പർവ്വതങ്ങൾ, യു നോ ദാറ്റ് സംതിങ്. ഏയ് രമേഷേട്ടാ, പാലക്കാട് ഭാഷയല്ലേ നീ പാലക്കാടാന്ന് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഇവിടെ. പറയണ്ടേ, എവിടെയാണ് ഉണ്ണി? പാലക്കാട് എവിടെയാണ്? പാലക്കാട് നെന്മാറ അയിലൂർ പാലമൊക്കെ ചെയ്താ. നെന്മാറ വല്ലങ്കി വേലക്കൊക്കെ എത്ര തവണ കേട്ട വന്നിട്ടുണ്ട് അറിയോ? അവിടെ വല്ലങ്കി വേലക്കൊക്കെ ഭയങ്കര പരിപാടിയാണ്. എന്താ പടക്കമൊക്കെ പൊട്ടിട്ട് അവിടെ ഒക്കെ നിക്കാൻ പോലും പറ്റില്ല, അത്ര ബഹളാണ്. കൂടാണ്ട് വന്നിട്ട് പരിപാടി ഒരു നാട്ടുകാര്യം പറയാണ്. ഇത് എത്ര പേരാണ് ഇവിടെ കേൾക്കാൻ? എപ്പോഴാ തുടങ്ങുക? ഇവരൊക്കെ അവിടെ കേൾക്കാൻ വേണ്ടി ഇരിക്കല്ലേ? പാലക്കാട് നിന്ന് വന്നിട്ട് നമ്മൾക്ക് പാലക്കാടുകാരുടെ അഭിമാനം കാക്കണം അത്രേ. ഇവരൊക്കെ അത് BA ഒക്കെ പാലയാണ്, പാലക്കാടില്ല. നമുക്ക് പാലയുണ്ട്, കാടുണ്ട്. അതാണ് അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശേട്ടൻ അറിയാം, നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ തല വെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. പാലക്കാട് എന്ത് പറഞ്ഞാലും ഓ എന്ന് പറയും. ഏട്ടാ അവര് ചത്തുവിട്ടോളീം, ഓ ഞാൻ കല്യാണത്തിന് പോകാൻ ഓ. ഈ ഓ ഓ ഓ ഓ പറഞ്ഞ് കാന്താരയുടെ ഋഷാവ് ഷെട്ടി ഈ ഓയിനെ പിടിച്ചിട്ടാണ് സിനിമയിലേക്ക് എടുത്തിട്ട് വലിയ ഓയായിട്ട് ഓ എന്നുള്ള സാധനമാക്കി ഇട്ടിട്ടുള്ളത്. മനസ്സിലാവണ്ട. പക്ഷെ ഞങ്ങൾക്ക് അതിൽ വലിയ പരാതിയൊന്നുമില്ല. സംഭവം ഈ പാലക്കാട് ഈ ഓയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കുറെ അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇല്ല. അപ്പൊ എന്നാ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വസിക്കില്ല, അതൊക്കെ നിങ്ങളുടെ സെക്ഷൻ. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടില് ഈ ചാത്തനേറ്, മുത്തപ്പന്റെ കോപം, പിന്നെന്താണ് ഓടിയൻ സിനിമ നിങ്ങളൊക്കെ കണ്ടല്ലോ, അതൊക്കെ ഞങ്ങളുടെ പാലക്കാടാണ്. അപ്പോൾ ഈ ചാത്തനേറിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ ചാത്തൻ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിന്റെ ബാക്കിൽ ചാത്തന്റെ പ്രതിഷ്ഠ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ ചാത്തൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ പോലെയുള്ള സാധാ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കണമെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നത് ഇവിടെ ഉള്ള കുളത്തിലും അതുപോലെ കിണറിലൊക്കെ രാത്രി നേരത്ത് കല്ലെറിയും, ക്ലിങ് ക്ലിങ്. അപ്പൊ ഈ കല്ല് നിന്ന് വീട്ടുകാരായി നമ്മൾ മനസ്സിലാക്കണം എന്തോ ചാത്തന് പറയാണ്ട് കേട്ടാ എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. സംഭവം ഈ അന്ധവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കക്കൂസില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ എവിടെയൊക്കെയാണ് ഈ കാര്യം സാധിക്കുകയെന്ന്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ
പാടത്തും പറമ്പത്തൊക്കെ തന്നെയാണ് അന്ത കാലത്ത് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാനും എൻ്റെ അനിയനും കുറച്ച് അഭിമാനികളായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങിയ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പൊട്ടക്കുളമുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു സീമക്കൊന്നൻ്റെ മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറിയിട്ട് 10 മണിക്ക് ഒരു ഇരിപ്പ് അങ്ങോട്ട് ഇരിക്കും. എന്താ സുഖം എന്നറിയോളൂ. അവിടെ അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ അങ്ങോട്ട് ഇരിക്കുകയാണ്. 2 വവ്വാലും ഉണ്ട് കൂട്ടിന്. കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോണ്ടാ അച്ഛൻ്റെ കൂട്ടുകാരൻ കുഞ്ചുവാട്ടൻ അടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ പോവാണ് പാടത്തിൽ കൂടെ. നോക്കുമ്പോ എന്താണ് സൗണ്ട് ബ്ലൂ. ആൾ കുറച്ചേരം ശ്രദ്ധിച്ചു, പിന്നെയും കേട്ടു അടുത്തത് ബ്ലൂ. അപ്പൊ തന്നെ പുള്ളി ഉണ്ടല്ലോ ഒരൊറ്റ ഓട്ടം ഓടി, ഒന്നും മിണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ വാലോർക്കുമ്പോ ചന്ദ്രേട്ടാ നിങ്ങളുടെ അവിടുത്തെ ചാത്ര നിങ്ങളുടെ അടുത്ത് കോപമാണെന്ന്. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, നായെ കൊല്ലും ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞിട്ടാണ്ട തൂമേ ഞാൻ ആ ജോത്സ്യനെ കൊണ്ടുവന്നിട്ട് ഫുള്ള് സാധനങ്ങൾ നോക്കി, ഇനി നീ മിണ്ടി പോരുത്. അല്ലാന്ന് ഞാൻ കേട്ടു ചന്ദ്രേട്ടൻ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് നമുക്ക് പോയി നോക്കാം. അച്ഛൻ പറഞ്ഞു, പൊലം കെട്ടവനെ ഇത് മറ്റും മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ എനിക്ക് വേണ്ടി ഒറ്റ എന്നാ ശരി നോക്കാം. അച്ഛൻ വിചാരിച്ചു എന്തായാലും പുള്ളി ഇത്ര സീരിയസ് ആയി ഒന്ന് പറയല്ലേ, രാത്രി അങ്ങോട്ട് നോക്കാന്ന് വിചാരിച്ചു. ഇതൊന്നും ഞാനും എൻ്റെ അനിയനും അറിയണില്ല. രാത്രിയായി. ഈ പൊട്ടക്കുളത്തിൻ്റെ അടുത്ത് ഒരു വാക്യക്കുണ്ടയുണ്ടേ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് 2 പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും എൻ്റെ അനിയനും കൂടെ മരത്തിൽ അങ്ങോട്ട് കയറി. ഞാനാണെങ്കിലോ ഈ ഹോട്ടൽ ഫുഡ് കിട്ടാത്തതുകൊണ്ട് വലിച്ചു വരെയൊക്കെ തിന്നുകയും ചെയ്തിട്ടുണ്ട്. ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു. എൻ്റെ അനിയൻ ഫസ്റ്റ് ബ്ലും. അപ്പൊ എടുത്ത വഴിക്ക് അടുത്ത് നിന്നിട്ട് കുഞ്ചോട്ടം പറഞ്ഞു, കാട്ടാ ചന്ദ്രേട്ടാ കാട്ടാ മുൻകാണ്ടിരിക്കടാ, അടുത്ത് പറയുന്നത് നോക്കട്ടെ. തൊട്ടടുത്ത് അനിയൻ വീണ്ടും ടും പ്ലും. ശരിയാണ് ഇത്ര കുഞ്ചുവോ, എന്തോ പറയാണ്ട് ചാത്തന്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ ഊഴയില്ലേ, ഞാനങ്ങോട്ട് വിട്ടങ്ങോട്ട് കൊടുത്തു. ബ്ലും 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 ബ്ലും. ഒരൊറ്റ ഓട്ടോടി കുഞ്ചുവാട്ടനും ചന്ദ്രേട്ടനും കൂടി പോണ പോക്ക് കണ്ടിട്ടുണ്ടല്ലോ. ചന്ദ്രേട്ടാ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ നിങ്ങൾ ചാത്തന്, നാളെ തന്നെ ജോലിസിനെ കൊണ്ട് ആ കുഞ്ചു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഇവരങ്ങോട്ട് ഓടി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അനിയനും ഈ കാഴ്ച മേളിന്ന് കണ്ടു. ഞങ്ങൾ അതോടെ തീരുമാനിച്ചു, ഇനി ഞങ്ങൾ മരത്തിൻ്റെ മുകളിലത്തെ പരിപാടി ഇല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ പാടത്തും പറമ്പത്തും ഒക്കെയായി ഞങ്ങളുടെ കലാപരിപാടിയും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ വേണ്ട, അതായത് നിങ്ങൾ ഒരാൾ പാടത്തോ പറമ്പത്തോ പോയി ഇരുന്നിട്ടുണ്ടോ? എന്താ സുഖം എന്നറിയാം, കാറ്റ് വെളിച്ചം ഇരുന്നിട്ടുണ്ട്. അതാണ് ഒരാൾ കിട്ടി കേട്ടാ, നിങ്ങൾ ഞങ്ങളുടെ ആളാണ് കേട്ടോളി. ആ കാറ്റ് ഇതൊക്കെ പോട്ടെ, പുല്ലിന്റെ തലോടല് അതാണ് ഹൈലൈറ്റ്. ഈ സംഭവം കഴിഞ്ഞിട്ട് എന്നെ കെട്ടിച്ചു വിട്ടു. കെട്ടിച്ചുവിട്ടത് 7ാമത്തെ നിലയുടെ മുകളിൽ ഫ്ലാറ്റിക്കേ. നമ്മൾ ഈ പാടത്തും പറമ്പത്തിരുന്ന ആൾക്കാർ ഈ ഫ്ലാറ്റ് പറ്റുമോ? ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ പിടിച്ചിരുന്നു, സെക്കൻഡ് ഡേ പിടിച്ചിരുന്നു. 3ാമത്തെ ദിവസം എൻ്റെ കെട്ടിയും ചോദിച്ചു, നിനക്ക് ബാത്റൂമിലൊന്ന് പോണ്ടേ? കേട്ടോ ഞാനൊരു കാര്യം പറയുന്നോണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. എന്താ നീ പറ. എനിക്ക് ഈ കാറ്റും വെളിച്ചവും പോട്ടെ, ഈ പുല്ലിന്റെ തലോടല്ലാണ്ട് എനിക്ക് പോവാൻ പറ്റുള്ളാന്ന്. ആള് ഒരക്ഷരം മിണ്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ ബാത്റൂമിൽ പോയപ്പോ ഞെട്ടിപ്പോയി. ബാത്റൂമിൽ കംപ്ലീറ്റ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞെട്ടും. യൂറോപ്യൻ ഹോസ്പിറ്റൽ ഇവിടെയൊക്കെയാണ് മണി പ്ലാന്റ്. ഞാൻ അത് വെച്ച് അങ്ങോട്ട് ഇപ്പോഴും വീട്ടിൽ മണി പ്ലാന്റ് ഇട്ടിട്ടോ. എല്ലാവരും ആ വഴിക്ക് വരണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആസ്വദിച്ചിട്ടൊക്കെ വരാം. ഇതൊക്കെ പോട്ടെ, ഞാൻ ബോംബെക്ക് പോയി. മിയാജി നിങ്ങൾ കേൾക്കണം, ഈ ബോംബെക്ക് ഫ്ലൈറ്റിലാണ് പോണത്. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ എത്ര പേർക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ പല പല അനുഭവങ്ങളായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. നല്ല സ്റ്റൈലായിട്ട് ലെഫ്റ്റ് റൈറ്റ് 2 പേര് ഇരിക്കുന്നുണ്ട്, ഞാൻ സെൻറ്ററിൽ. ഫ്ലൈറ്റ് അങ്ങോട്ട് നീങ്ങി, കുറച്ചങ്ങോട്ട് പോയി, ഇതങ്ങോട്ട് പൊങ്ങി, എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് തന്നു. എനിക്ക് പിടിച്ചിരിക്കുകയാണ് ഞാൻ. കാരണം ഇത് പൊങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ അവിടെ ഉള്ളൊരു അതിൽ കൂടെ എയർ ഹോസ്റ്റസ് നടക്കുമല്ലോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ചിപ്പണ്ണേ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. കാരണം ഇത് പൊങ്ങുമ്പോൾ എണിക്കാൻ പാടില്ല അത്ര. ഒന്ന് സ്റ്റേർഡായപ്പോൾ ഞാൻ നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ അവർ അവിടെയാണെന്ന് പറഞ്ഞു. ഓടിപ്പോയി അങ്ങോട്ട് കാര്യം സാധിച്ചു. നോക്കുമ്പോഴാ ടിഷ്യൂ പേപ്പർ. നമ്മൾ ഈ കുളത്തിലൊക്കെ കഴുകുന്ന ആൾക്കാർക്ക് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നിട്ട് എവിടെ മതിയാവാനാണ്? ഞാൻ പറഞ്ഞു, ഒരുമാതിരി ചതിയായി പോയിട്ടാ. ഒരു വിധത്തിൽ തുടച്ച അവിടെ നിന്നിട്ട്, ഉണ്ണി കുടിക്കാൻ കുറച്ച് വെള്ളം പുറത്ത് വന്നിട്ട് തരാന്ന് പറഞ്ഞു. തീർന്നില്ലേ? ഇങ്ങനെ നടന്നു വന്നു. അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് ഇരിക്കുന്ന ഈ എക്സിക്യൂട്ടീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. കാരണം എൻ്റെ ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നില്ല. ഞാൻ പിടിച്ചിങ്ങനെ ഇരുന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞാൻ ചാടി ഇറങ്ങി നേരെ ഒരു വണ്ടി എടുത്ത് എൻ്റെ കെട്ടുവിൻ്റെ അടുത്ത് പോയി.
പോയപ്പോ അവൻ ഇങ്ങനെ നിൽക്കാണ്, ഹായ് ജിഷ, തൊട്ടുപാട് നിൽക്കും, വന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ പറഞ്ഞു ഒറ്റ ഓട്ടോടി ബാത്റൂമിലേക്ക്. എല്ലാം ഊരി കളഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാലും എൻ്റെ സ്വത്തുമണിയെ, ഇത്രയും ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഉള്ളത് നോക്കി ബുക്ക് ചെയ്യണ്ട മകനേന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഒന്നും പറയാതെ എന്നെ നോക്കി ചിരിച്ചു. എൻ്റെ ഈ യാത്ര അവസാനിക്കണം, ഇവിടെ ബാത്റൂമിൽ മണി പ്ലാന്റ് ആണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം, വരി. ഞാൻ നെട്ടൂരിന്റെ കണ്ണിലുണ്ണി എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ 4, 3, 7 പേർക്ക് പോലും അവിടെ എന്നെ അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും കടിഞ്ഞൂൽ പൊട്ടി എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ സൈസ് അവർക്ക് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും 1 and only 1 ശ്രീലക്ഷ്മി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഞാൻ എന്താ നോക്കുന്നതെന്ന്. വേറൊന്നും അല്ല, സത്യം പറയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയിട്ട് വന്നേ പിന്നെ എൻ്റെ ജീവന് ഭയങ്കര ഭീഷണിയാ. എപ്പോ വേണേ എന്ത് വേണേ സംഭവിക്കാവുന്നൊരവസ്ഥയാ. അതുകൊണ്ട് എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത വല്ല ഗുണ്ടകൾ ഉണ്ടോന്നായിരുന്നു ഞാനൊന്ന് നോക്കിയത്. അപ്പൊ ആരും ഇല്ലെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനങ്ങ് തുടങ്ങുവാണേ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ എനിക്കൊരു ചെറിയ കാര്യം പറയണമെന്നുണ്ട്, ഒരു ഡിസ്ക്ലെയിമർ പോലെ. സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ വിപണിയിൽ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയം. സാധനം മാറിപ്പോയി. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. അത് വല്ല ഗോൾഡൻ ഉടുപ്പിട്ടവരെയോ കറുപ്പുടുപ്പിട്ടവരെയോ പിങ്ക് ഉടുപ്പിട്ടവരുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികമെന്ന് നിങ്ങൾ സാങ്കല്പിക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ വല്ലതൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം എൻ്റെ കണ്ടന്റിലേക്ക്. ഇന്നത്തെ എൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ കച്ചവടമാണ്. വെറും കച്ചവടമല്ല, വിൽക്കുന്ന ആൾ ആരാണെന്നോ വാങ്ങുന്ന ആൾ ആരാണെന്നോ അറിയാതെ വെറും ഒരു സാധനം എന്ന നൂലിൽ കോർത്ത് കിടക്കുന്ന ആ ഒരു കച്ചവടം. എന്ത്? ഓൺലൈൻ കച്ചവടം. കർപ്പൂരം തൊട്ട് കട്ടപ്പ വരെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുകയും ചെയ്യും. അതാണ് വേറൊരു സത്യം. അപ്പൊ ഇതിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ മറക്കാനാവാത്തൊരു വ്യക്തിയുണ്ട്, എൻ്റെ കഥയിലെ നായിക, മൈ മമ്മി, എൻ്റെ അമ്മ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന്? അപ്പൊ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ നാഴികയ്ക്ക് 40 വട്ടം 400 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒന്നൊന്നായിട്ട് എന്നെയും എൻ്റെ ഡാഡിയെയും കടയിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്ന എൻ്റെ അമ്മ ഇപ്പൊ ഫുൾ ഓൺലൈനാ. എന്തിനു പറയുന്നു, പാല് പച്ചക്കറി എല്ലാം ഓൺലൈൻ. 12 രൂപയുടെ ഉപ്പ് വരെ വീട്ടിൽ കൊണ്ടുതരാൻ 15 മിനിറ്റിൽ കൊണ്ടുതരാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ 20 രൂപയുടെ സാധനത്തിന് വരും 100 രൂപ കൊണ്ട് സാധനം വാങ്ങിക്കുന്ന ആളെയും 15 മിനിറ്റിന് തിരിച്ചു വരാൻ പറഞ്ഞ ആൾ 1.5 മണിക്കൂറിന് തിരിച്ചു വരുന്ന ആളെയും വിടേണ്ട ആവശ്യമില്ലെന്ന് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഓൺലൈനിലോട്ട് തിരിഞ്ഞത്. അപ്പൊ ഞങ്ങളും ആ കടക്കാരനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വികർഷിച്ച് വരുന്നു. അതാണെന്ന് തോന്നുന്നു ആ വാക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആ കടക്കാരനെ കണ്ടപ്പം എൻ്റെ അച്ഛൻ ആ കടക്കാരനെ കണ്ടായിരുന്നു. അപ്പൊ ആ കടക്കാരൻ പറയാ, അതെ, ഇടയ്ക്കിടയ്ക്ക് ഒരു ലെറ്റർ എങ്കിലും എഴുതണം, ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാണത്രേ. അത് അത്രയ്ക്കായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ പറയാലോ, ഈ എൻ്റെ അമ്മയും ഓൺലൈൻ ഷോപ്പിംഗ് തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഓഫർ എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ്. അതായത് എന്താ പറയാ, ഓസിന് കിട്ടിയ ആസിഡും കുടിക്കുന്ന നാട്ടുകാരാണ് നമ്മൾ, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? അതെ, സമ്മതിച്ചോ? അപ്പോ അങ്ങനത്തെ നമ്മള് എന്താ പറയാ, 2 രൂപ കുറച്ചൊരാളൊരു സാധനം തരാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയുവോ? ഇല്ല. അത് തന്നെ എൻ്റെ അമ്മയും ചെയ്തോളൂ. 10 രൂപ ഡെലിവറി ചാർജ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കത്തില്ല. നമുക്ക് ആ 2 രൂപ കുറവ് ഓഫറും മതിയേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം എന്താ പറയാ, ഈ ഓൺലൈനിലാണല്ലോ ഓഫറുകൾക്ക് സമയമുണ്ട്. എല്ലാവർക്കും അറിയാലോ ഓഫറുകൾക്ക് സമയമുണ്ടെന്നുള്ള കാര്യം. അപ്പൊ നമ്മളെല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണെന്ന്. എൻ്റെ അമ്മയുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, റിപ്പബ്ലിക് ദിനം, ദീപാവലി, ക്രിസ്മസ്, ഹോളി, ഇതെല്ലാം പാതിരാത്രി 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്കാ. എന്താ ഏറ്റവും കൂടുതൽ ഓഫർ ഈ സമയങ്ങളിലാന്നേ വരുന്നത് അതിനകത്തൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ തൻ്റെ 12 മണിക്കത്തെ ഉറക്കം കളഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്കത്തെ ടെലികാസ്റ്റ് സീരിയൽ കളഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത്. ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങളൊന്ന് അറിയണം. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ വീട്ടിലും എല്ലാ വില കൂടിയ സാധനങ്ങളുണ്ടല്ലോ, ഫ്രിഡ്ജ്, ഡി, വാഷിംഗ് മെഷീൻ, എല്ലാം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. എന്താ? ഫ്രിഡ്ജിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് August 15. വാഷിംഗ് മെഷീൻ്റെ എന്തായിരുന്നു? ഏപ്രിൽ അല്ലല്ലോ, January 26. ടിവിയുടെ 2 വർഷം മുമ്പത്തെ ഏതോ ദീപാവലി, കാരണം ദീപാവലിക്ക് പ്രത്യേകം ഡേറ്റ് ഇല്ലല്ലോ. അപ്പൊ ഇതേപോലെ ഒരു ദീപാവലിക്ക് എൻ്റെ അമ്മ ഭർത്താവിനും മകൾക്കും സ്നേഹത്തോടൊരു കേക്ക് വാങ്ങിച്ച് മുമ്പിൽ കൊണ്ട് കൊടുത്തു, ഇല്ലേ?
അല്ല കേക്കിന്റെ പേരിൽ ഇവിടെ അടി ഉണ്ടായതാണല്ലോ അല്ലേ. കേക്ക് വാങ്ങിച്ച് മുമ്പിലോട്ട് അങ്ങ് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ തുറന്നു നോക്കിയപ്പോഴാണ് സത്യം മനസ്സിലായത്. അത് സാധാ കേക്ക് അല്ലായിരുന്നു, കൗഡൻ കേക്ക്. മലയാളത്തിൽ പറഞ്ഞ ചാണകം. കേട്ടിട്ടില്ലേ ആരും? പക്ഷെ ഉണ്ടല്ലോ, ഈ ചാണകം ഞങ്ങൾ വെറുതെ കളഞ്ഞില്ല. ഇതെടുത്ത് ഞങ്ങള് എൻ്റെ അമ്മയുടെ വല്യമ്മാവിന് കൊണ്ട് കൊടുത്തു. കാരണം 2 മാസം മുമ്പ് പുള്ളിക്കാരൻ ചോദിച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഓൺലൈനിൽ കൂടെ കടലപ്പിണ്ണാക്ക് കിട്ടുമോന്ന്. വല്ല കാര്യം ഉണ്ടായോ? കിട്ടിയില്ല. പക്ഷെ ചാണകം കിട്ടിയ ഓൺലൈനിലൂടെ. ആ ഒരു സമാധാനം. വല്യമ്മാവൻ ഈ കാര്യം എൻ്റെ അമ്മയോട് ചോദിക്കുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഒരമ്മാവൻ അല്ലേ. എന്തിനാ ഈ കല്യാണംക്കൊക്കെ മുന്നേ നിൽക്കുന്ന ഒരു അമ്മാവൻ. ചെറുക്കൻ ഇവിടെ നിൽക്കണോ, പെണ്ണ് ഇവിടെ നിൽക്കണോ, താലി ഇതുവഴി കെട്ടണോ, താലി ഇതുവഴി കെട്ടണോ എന്ന് പറയുന്ന ഒരു അമ്മാവൻ. എല്ലാ ഫാമിലിയിലെ ആ കല്യാണ അമ്മാവൻ പോലെ എൻ്റെ ഫാമിലിയിലെ ഓൺലൈൻ അമ്മായിയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ മൊബൈൽ ഉപയോഗിക്കാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളെ കാട്ടി കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ അമ്മ ഒരു പാപമാണ്. അല്ല, അമ്മ ബുദ്ധിമതി തന്നെയാ. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മകളുടെ റിസപ്ഷന് ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ അമ്മ നമ്മുടെ മമ്മി ആൻഡ് മീ സിനിമയ്ക്കകത്ത് റോമ ഒരു ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വരുമല്ലോ, അതേപോലെ എൻ്റെ അമ്മ സാരിയൊക്കെ എടുത്തൊരു പുതിയ ചെരുപ്പ്, ഒരു 3000-3500 രൂപയുടെ ചെരുപ്പെടുത്ത് ഇങ്ങനെ മന്ദം നടന്ന് വരുവാ റിസപ്ഷനിലോട്ട്. ഞങ്ങൾ നോക്കിയപ്പം ഇത്രയും വിലയുള്ള ഷൂസ്, അതും എൻ്റെ അമ്മ. എന്തിനു പറയുന്നു, 2 മാസം മുമ്പ് എന്താ പറയാ, എൻ്റെ അച്ഛന് കൊളസ്ട്രോൾ കൂടിയെന്ന് പറഞ്ഞ് അച്ഛനോട് എക്സസൈസ് ചെയ്യാൻ, തടി കുറയ്ക്കാനൊക്കെ പറഞ്ഞപ്പം അച്ഛൻ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ഷൂ വാങ്ങിച്ചു തരാം, റണ്ണിങ് ഷൂ. അമ്മ ഒരു തോർത്തെടുത്ത് താഴിട്ടിട്ട് എടുക്കിയത് കുനിഞ്ഞെടുത്തു. വേണ്ടേ, ഇതേപോലൊരു 5-10 പ്രാവശ്യം ദിവസം ചെയ്താൽ നിങ്ങളുടെ തടി കുറയാവുന്നതേ ഉള്ളൂ. ഷൂവിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലെന്ന് എൻ്റെ അമ്മ അവിടെ തെളിയിച്ചു. ആ അമ്മയാണ് ഇവിടെ 3500 രൂപയുടെ ഷൂ ഇട്ടുകൊണ്ട് വന്നത്. ഞങ്ങൾ ഭയങ്കര ആശ്ചര്യചകിതരായില്ലേ അത് കണ്ടിട്ട്. അത് നോക്കിയപ്പോ അമ്മ ആ ഷൂ ഒക്കെ ഇട്ട് എല്ലാവരുടെയും മുമ്പിൽ ഷോ കാണിച്ചൊക്കെ തിരിച്ച് വീട്ടിൽ വന്നപ്പോ എൻ്റെ അമ്മയെ കാണുന്നില്ല. 2 മണിക്കൂറായി എൻ്റെ അമ്മയെ കാണുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവല്ലോ, തിരിച്ച് പിന്നെ അടുത്ത വീടാണെങ്കിൽ 2 പാത്രമൊക്കെ കൊണ്ട് ബാക്കിയുള്ള ബിരിയാണിയും കറിയും കൊണ്ട് വരാൻ വേണ്ടി അതിന് പോയതാന്നാ വെച്ച്. പക്ഷെ അല്ലായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ബാത്റൂമിനകത്തുനിന്ന് ഒരുമാതിരി ഉണക്കാനിട്ട തുണി മഴ നനഞ്ഞ പോലെ മറ്റേ എന്താ പറയാ വെള്ളം ഊറ്റി എൻ്റെ അമ്മ ചെരുപ്പും കൊണ്ട് ഇങ്ങനെ നടന്നു വരിക. എങ്ങോട്ട്? ബാത്റൂമിന്റെ പുറത്തോട്ട്. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഞങ്ങൾ വിചാരിച്ച ചെരുപ്പിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും, 3500 രൂപയുടെ ചെരുപ്പൊക്കെ അല്ലേ. അപ്പൊ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം ഒരാൾ പുറത്തു വന്നിരിക്കുന്നു ബൈക്ക് കൊണ്ട്. ഡെലിവറി മാനാന്ന് മനസ്സിലായി. നോക്കിയപ്പോ ചെരുപ്പ് തിരിച്ചു കൊടുക്കുക. ഞാൻ ചോദിച്ചു, എന്തുവാ? കളർ ഇഷ്ടപ്പെട്ടില്ല മോളെ എനിക്ക് ചെരുപ്പിന്റെ എന്ന്. പിന്നെയല്ലേ നമുക്ക് ഈ ഫുൾ കോൺട്രവേഴ്സി മനസ്സിലായത്. ഈ പുള്ളിക്കാരി എൻ്റെ അമ്മ 3000-3500 രൂപയുടെ ചെരുപ്പ് വാങ്ങിച്ചത് കഴുകി തിരിച്ചു കൊടുക്കാനായിരുന്നു ഉപയോഗം കഴിഞ്ഞിട്ട്. റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും ചോദിച്ചോ? ചെരുപ്പ് അതേപോലെ കൊണ്ട് തിരിച്ചു കൊടുത്ത് അവർക്ക് സമാധാനം. ഇതാണ് ഓൺലൈനിന്റെ ഗുണം. എന്തും റിട്ടേൺ ചെയ്യാതെ എൻ്റെ അമ്മ സ്നേഹത്തോടെ എൻ്റെ അച്ഛന് ഒരു കൈയില്ലാത്ത ബനിയൻ വാങ്ങിച്ചു കൊടുത്തു. അതിപ്പോ എൻ്റെ ബെറ്റിക്കോട്ടാ. തിരിച്ചെടുക്കില്ലവര്. ഇതേപോലൊരു സാധനം രാവിലെ അമ്മ വാങ്ങിച്ച് അതിന് റിട്ടേൺ പോളിസി ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ആരാ മോള്, ഉച്ചയ്ക്ക് മുമ്പ് ഇതിനേൽ 200 രൂപ കൂടുതലായിട്ട് അമ്മ OLX-ൽ അത് വിറ്റു. ഉച്ചയ്ക്ക് മുമ്പ്. എന്നിട്ട് എൻ്റെ അച്ഛൻ വന്ന് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ രാവിലെ വാങ്ങിച്ച സാധനം ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ വിറ്റ് കഴിഞ്ഞത് എന്തുവാ? ഇങ്ങനെ പോയി ഒരു ദിവസം നീ എന്നെ വിൽക്കത്തില്ലെന്ന്. അപ്പൊ എൻ്റെ മമ്മിയുടെ ഡയലോഗ്, OLX-ൽ ആക്രി എടുക്കില്ലെന്ന്. എന്റെ പാവൻ ഡാഡി സ്വന്തം കാർഡ് എടുത്ത് മോളെ പർച്ചേസ് ചെയ്തോടാന്ന് പറഞ്ഞ് കാർഡ് കൊടുക്കുന്ന ആ മനുഷ്യനെ നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അപ്പോൾ എൻ്റെ അച്ഛന് മറ്റേ ആന്റി പറയുന്ന പോലെ ലത് സംഭവിച്ചു. എന്ത്? ഇമോഷണൽ ഡാമേജ് സംഭവിച്ചു എൻ്റെ അച്ഛന്. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലെ ആ ഡാമേജ് അച്ഛനൊരു പാട്ടായിട്ട് പുറത്തോട്ട് ഇറക്കി. എൻ്റെ ഭാര്യയെ ഓൺലൈനിനടിമേ പുറത്തിറങ്ങൽ നിർത്തിയ വനിതേ, വീട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു നിന്റെ ഓൺലൈൻ പർച്ചേസിലൂടെ. വേറെ വല്ല ഹബ്ബിമാരും നിന്റെ കാർട്ടിലുണ്ടോ? പാവമാക്രിയാണെങ്കിലും മറിച്ച് സെല്ലുമോ നീ? ഈ പാവത്തെ നീ ന്യൂജന്നാക്ക
ചെടി. ഡയാന തുടങ്ങുമ്പോൾ പറഞ്ഞു ഗോർജിയസ് വേറെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള മിയ. ഞാൻ അങ്ങനെ ഒരു നടിയുടെ ഇൻട്രൊഡക്ഷൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് അത് എന്നെ ഹഠാത് ആകർഷിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു ഡയാനയ്ക്ക് തോന്നിയത്? അഭിനയിക്കും, ഡാൻസ് ചെയ്യും, പാട്ട് പാടും. പിന്നെ നമ്മൾ വെറുതെ പറയുന്നതല്ല സ്വീറ്റ് ആണെന്നൊക്കെ. ശരിക്കും ഭയങ്കര ജെന്യുവൻ ആണ്, ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ല, ഫേക്ക് അല്ല. മിയ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഉള്ളി തട്ടി പറയുന്നതാണെന്നുള്ള. എല്ലാവരുടെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഈ ഒരുപാട് പേരും പ്രശസ്തിയുള്ള നടിമാരെല്ലാവരും ഒന്നും അങ്ങനെ പെരുമാറിയെന്ന് വരില്ല. ഞാൻ മിയേനെ ആദ്യം കാണുന്ന പോലെ ഈ നിമിഷം വരെ ഒരേപോലെയാണ് മിയ എന്നോട് ട്രീറ്റ് ചെയ്തില്ല. ഞാനിപ്പം ആങ്കറിങ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങി ഇവക്ക് ഭയങ്കര ജാടയായി പോയി. ചുമ്മാ അതിനെ താളത്ത് കിട്ടിയപ്പോ അതിപ്പോ പറഞ്ഞ മിസ്സായി പോണ്ട് പറഞ്ഞതാ. ഇപ്പം രമേശേട്ടനെ കുറിച്ചൊരു നല്ലൊരു അഭിപ്രായം വേറൊരു ആർട്ടിസ്റ്റ് പറഞ്ഞു എന്ന് വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്ക് സന്തോഷം തോന്നുമായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ എന്നോട് മിയ ഇങ്ങനെ ഡയനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നല്ല കുട്ടിയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഞാന് ഡയാനയുടെ പേര് പോലും എനിക്ക് അറിയത്തില്ല. ഞാനൊരു കൊല്ലത്തൊരു ഇവന്റിന് പോയപ്പോഴത്തേക്കും അതെ MC ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഡയാന നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യുന്നു, ക്രൗഡൊക്കെ പ്രൊമോഷൻസിനൊക്കെ വന്നതാ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, നല്ല കൊച്ച്, നന്നായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു, നന്നായിട്ട് സംസാരിക്കുന്നു, ആള് നല്ല സ്മാർട്ടാണ്, സുന്ദരിയാണ്. ഈ കൊച്ചിനൊന്നും ആരും സിനിമയിൽ എടുത്തില്ലല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ച് ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് നേരിട്ട് കാണുന്ന സിനിമയിൽ വരുന്നതും ഒക്കെ. നിങ്ങൾ അങ്ങോട്ടും പറഞ്ഞു തോന്നുന്ന എങ്ങനെയാണ് ശിശു? എന്തായാലും ഈ വേദിയിലാണ് പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമല്ല. എൻ്റെ മകൾ മിയയുടെ കട്ട ഫാനാണ്, സ്വീറ്റി മാർട്ടിന്റെ. കാരണം അവളിപ്പോ UK-ലാണ്, പാല അൽഫോൺസ് കോളേജിൽ പഠിച്ചത്. അപ്പൊ അവിടുത്തെ മെയിൻ താരമാണ് നമ്മുടെ മിയ. അതെ, അപ്പൊ അവിടെ അന്ന് അത് മുതലല്ല സിനിമകൾ കണ്ടപ്പോ പോലെ അപ്പൊ ആള് UK-ൽ. അപ്പൊ മിയയുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ എന്റെ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വേദി കിട്ടിയതിൽ വളരെ സന്തോഷം. നമുക്ക് ഒരു ആർട്ടിസ്റ്റിനോട് കൂടുതൽ ആരാധനയും സ്നേഹവും തോന്നുന്നത് when they have a really good heart. അങ്ങനെ ഒരു വ്യക്തിത്വം കൂടിയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സ്നേഹവും ആരാധനയും തോന്നും. എനിക്ക് അതാണ് മിയോട് പേഴ്സണലി ഉള്ള സത്യം പറഞ്ഞാൽ. ഒരു പെട്ടി 5 സ്റ്റാർ ഇന്ന് വീട്ടിൽ വന്നിരിക്കും. നമസ്കാരം, ഞാൻ ലിയ, ഡാഡീസ് പ്രിൻസസ്, മമ്മീസ് ഏഞ്ചൽ, ഭർത്താവിന്റെ പരാതിപ്പെട്ടി, നിങ്ങളുടെയൊക്കെ ചെല്ലക്കുട്ടി. അതെ, നിങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താ? രമേശ് ചേട്ടന് ഏറ്റവും ഇഷ്ടം എന്താ? കായ മെഴുക്കുവരട്ടി, ചോറ്, കായ എരിശ്ശേരി. എനിക്ക് പഴംപൊരി. ഇനിയിപ്പോൾ ഞാൻ ഇവരോടൊന്നും ചോദിക്കുന്നില്ല, കാരണം ചോദിച്ചാലേ ഷാപ്പിലെ തലക്കറി മുതൽ ഷെഫ് പിള്ളിയുടെ ഗീർവാണം എന്നൊക്കെ ഇവർ ചിലപ്പോൾ പറഞ്ഞു കളയും. പക്ഷേ എൻ്റെ കൂട്ടുകാരനോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവൻ ഒരൊറ്റ ഉത്തരേ പറയാനുള്ളൂ. എന്താണെന്നറിയോ? കല്യാണം. അതെ, അവൻ്റെ ജീവിത ലക്ഷ്യം തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് ഐഫോൺ വാങ്ങണമെന്ന് തോന്നുന്ന പോലെയാണ് സിംഗിളായി സമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നത്. പക്ഷേ ഇത് രണ്ടും കയ്യിൽ കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നിൽ പാതി കരണ്ട ആപ്പിളും മറ്റൊന്നിൽ പാതി കരണ്ട ജീവിതവും മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. പക്ഷേ ഈ കല്യാണത്തെ ഇത്രയും വലിയ സംഭവമാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില അമ്മാവന്മാരും അമ്മായിമാരുമാണ്. കാരണം ചെറുപ്പക്കാരായ ആരെ കണ്ടാലും ഇവർക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, കല്യാണം ആയില്ലേ, കല്യാണം ആയില്ലേ. എന്തിന്? ISROയിൽ റോക്കറ്റ് വിക്ഷേപണം നടത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സയന്റിസ്റ്റിനെ കാണിച്ചു കൊടുത്താലും ഇവരാദ്യം ചോദിക്കും കല്യാണം ഒന്നും ആയില്ലല്ലേ എന്നായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നതെന്ന്. എന്നാൽ അല്ല, നമ്മളൊക്കെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത്. എന്തിന്? ഇനിയിപ്പോ ഒന്ന് കഷ്ടപ്പെട്ട് പെണ്ണൊക്കെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, അപ്പൊ ഇവര് ചോദിക്കും ഓ പെണ്ണ് കിട്ടിയല്ലേ. ശ്രദ്ധിക്കണം, കെട്ടിന്നല്ല കിട്ടിന്ന്. ഈ കിട്ടാൻ പാടില്ലാത്ത എന്തോ കിട്ടിയെന്നുള്ള ഒരു ചോദ്യം ഇവർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞവർക്കേ കല്യാണം കഴിയാത്തവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ വെജിറ്റേറിയൻകാർക്ക് വെജിറ്റേറിയൻകാരെ കാണുമ്പോഴുള്ള ഒരു പുച്ഛവും സഹതാപവും ഒക്കെ ഇല്ലേ, ആ ഒരു എക്സ്പ്രഷനാണ് ഇവർക്ക് കല്യാണം കഴിക്കാത്തവരോട്. ഈ ഒരു ചോദ്യങ്ങളും പരിഹാസങ്ങളൊക്കെ കേട്ട് മടുത്ത് എൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവന് വേണ്ടി പെണ്ണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ നാട്ടിലിപ്പോൾ പെണ്ണന്വേഷിച്ച് നടക്കുന്ന പയ്യന്മാരുടെ അവസ്ഥ എന്താണെന്നറിയോ? നാട് മുഴുവൻ കല്ലുണ്ട് പക്ഷെ നായ വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്.
അതായത് നമ്മൾ പെണ്ണന്വേഷിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5 തോറ്റ പെണ്ണിനും IAS-കാരനെ മതി. എന്നാൽ ഒളിച്ചോടാനാണെങ്കിൽ ഏത് ബംഗാളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ വക കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എൻ്റെ അനിയന് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ അവൻ ഭയങ്കര വിഷമത്തിലാണ്. അവൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇങ്ങനെയാണ്: പഞ്ചാര ഇല്ലാത്ത ചായയും പെണ്ണില്ലാത്ത ജീവിതവും കയ്പാണ് എന്ന്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ്: മോനെ, പക്ഷെ ഇത് രണ്ടുമാണ് ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറ്റം പറയാൻ 100 നാവാണ് അല്ലേ? ഈ എൻ്റെ ഭർത്താവാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്: എടി, ഞാൻ നിന്നെ രാജകുമാരിയെ പോലെ നോക്കും, ഈ ലോകം മുഴുവൻ നിന്റെ കയ്യിൽ തരുമെന്ന്. എന്നിട്ട് എനിക്ക് തന്നതോ 2 മക്കളെ. ഞാൻ ചോദിച്ചപ്പോ പറയാ, മക്കളല്ലേടി നമ്മുടെ ലോകമെന്ന്. അത് ശരിയാണല്ലേ? പക്ഷേ ഈ പുള്ളിക്ക് എന്നോട് സ്നേഹമൊന്നുമില്ലാന്നേ. കാരണം സ്നേഹം ഉണ്ടോയെന്ന് അറിയാനുള്ള ഞാൻ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സ്നേഹം ഉണ്ടോയെന്ന് അറിയാൻ ചോദിക്കുന്ന ഒരു ക്രിഞ്ച് ചോദ്യമുണ്ട്. ഏതാണെന്നറിയോ? ചേട്ടാ, ഞാനില്ലെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ? ഞാനും ഈ ചോദ്യം പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ഉത്തരം ഇതാണ്: ഇല്ല, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ കാലത്ത് 5 മണിക്ക് എണീക്കും, ഓടാൻ പോവും, അത് കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിടും, ജോലിക്ക് പോവും, തിരിച്ചു വരും, വീട്ടിലെ പണി നോക്കും, ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവും, നൈറ്റ് ഷോ സിനിമയ്ക്ക് പോവും, എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുമെന്ന്. വലിയൊരു കുഴപ്പമില്ലാത്തൊരു മറുപടിയാണ് അല്ലേ ഇത്? പുള്ളി മാന്യമായിട്ട് ജീവിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലല്ല കാര്യം, അത് പറഞ്ഞ ടൈമിങ്ങിലാണ് കാര്യം. പുള്ളി ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പടപടാന്നാണ് ഈ ഉത്തരവൊക്കെ പറഞ്ഞത്. അതായത് കുറേ കാലമായിട്ട് പുള്ളി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണോന്നുള്ളത്. മനസ്സിലായോ? ഈ പുള്ളിയുടെ ഈ സ്നേഹമില്ലായ്മയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു: മോളെ, അങ്ങനെയൊന്നും ഭർത്താവിനെ കുറിച്ച് പറയരുത്. ഞാനൊക്കെ കല്യാണത്തിൻ്റെ അന്നാണ് നിൻ്റെ അച്ഛൻ്റെ മുഖം തന്നെ ഒന്ന് കാണുന്നത് എന്ന്. അപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ട് ബാക്ക് ചെയ്യുന്ന ഒരു അശരീരി: എടി, ഞാനൊക്കെ 3 പെറ്റിട്ടാ നിൻ്റെ അപ്പൂപ്പൻ്റെ മുഖം ഒന്ന് കണ്ടേന്ന്. പക്ഷെ ഞാൻ എൻ്റെ പുള്ളിക്കാരൻ്റെ മുഖം കണ്ടത് എപ്പോഴാണെന്നറിയോ? പെണ്ണ് കാണാൻ വന്നപ്പോൾ. അന്നത്തെ ദിവസം രാത്രി രമേശ് ചേട്ടാ, ഞാൻ ഉറങ്ങിയിട്ടില്ല. ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. അല്ലെങ്കിലും പകലുറങ്ങിയാൽ രാത്രി ഉറക്കം വരാൻ ഭയങ്കര പാടാ. ഈ പുള്ളിക്കാരനെ എപ്പോഴും എന്നെക്കാളും ഇഷ്ടം ജോലിയാണ്. പകല് മുഴുവൻ ഓഫീസിൽ ജോലി ചെയ്യും, തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞിട്ട് അവിടെയും ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു: നിങ്ങൾക്ക് റൊമാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ? സത്യം പറയൂ, ഇല്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞു: നിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുക, എനിക്ക് അങ്ങനെ റൊമാൻസ് ഇല്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു: പ്ലീസ്, എനിക്ക് വേണ്ടി ഒരു കുറച്ച് സമയം തരൂ, റൊമാൻസിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു: ഓക്കെ, എന്നാൽ ഞാൻ ജോലിയിൽ നിന്ന് 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാമെന്ന്. 2 മിനിറ്റ് ഉണ്ടാക്കാൻ ഇതെന്തോന്ന് മാഗി നൂഡിൽസ്. പക്ഷെ നമ്മളെ പുള്ളി അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? റൊമാൻസ് പഠിപ്പിക്കണ്ടേ? അപ്പം ഞാൻ തീരുമാനിച്ചു പുള്ളിയെ റൊമാൻസ് ഒന്ന് പഠിപ്പിച്ചേക്കാം. ഞാൻ ഈ ഷാറൂഖ് ഖാൻ്റെ ഹിന്ദി സിനിമയൊക്കെ അങ്ങ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു: ദേ നോക്ക്, ഷാറൂഖ് ഖാൻ എങ്ങനെയാണ് ഓരോ സിനിമയിലും റൊമാൻസ് ചെയ്യുന്നതെന്നൊന്ന് കണ്ട് പഠിക്കുന്നത്. അപ്പം പുള്ളി എന്നോട് പറയണേ: ഹെടി, കുറേ കാശും തന്ന് കണ്ടവൻ്റെ ഭാര്യയോടൊക്കെ റൊമാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനും ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ആ ടെക്നിക്ക് വേണ്ട, നമുക്ക് പുള്ളിയായിട്ടൊന്ന് പുറത്തൊക്കെ പോവാം. ഈ പുറത്തൊക്കെ പോകുമ്പോൾ മനസ്സ് ഫ്രീ ആയിട്ട് റൊമാൻസ് ഒക്കെ വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി. ബീച്ചിൽ പോയപ്പോൾ എൻ്റെ മീയേ അത് നടന്നു. പുള്ളി എന്നെ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് നിർത്തി. ദേ ഇവിടെ കടല്, പുള്ളിയുടെ ഫ്രണ്ടിൽ ഞാൻ. എന്നിട്ട് തോളത്തിങ്ങനെ കൈ വെച്ചിട്ട് പോക്കറ്റിൽ നിന്ന് ആ മൊബൈലിങ് എടുത്തിട്ട്: ഹലോ ഗായ്സ്, ഇതാണ് ഗായ്സ് ചെകുത്താനും കടലിൻ്റെയും നടുക്കുന്ന്. ഇപ്പോൾ ചെകുത്താൻ ഭാര്യ എന്നൊക്കെയാണ് നാട്ടിൽ എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കണത്. കുഴപ്പമില്ല, എന്തായാലും ഞാൻ പുള്ളിയോട് പറഞ്ഞു: ഇതുവരെ നടന്നതൊക്കെ അങ്ങ് മറക്ക്, നമ്മൾ കല്യാണം കഴിച്ചതേ വിട്. നമ്മൾ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ നമുക്ക് കല്യാണത്തിന് മുമ്പുള്ള പോലെ നിങ്ങൾ പ്രേമിക്കാൻ തുടങ്ങുമെന്ന്. പിറ്റേന്ന് വേണ്ടടാ, ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ ചുമന്ന കണ്ണാടി, മഞ്ഞ ഷർട്ട്, പച്ച പാൻറ് ഇട്ടിട്ട് ഡിസ്കോ രവീന്ദ്രന്റെ ഫിഗറും പിടിച്ച് നിൽക്കുന്നു പ്രേമിക്കാൻ. ഞാൻ എന്നെ പ്രേമിക്കാൻ പറഞ്ഞപ്പോൾ വല്ല ലേഡീസ് ഹോസ്റ്റലിലെ പെമ്പിള്ളേരെ പ്രേമിക്കാനാണ് പുള്ളി പോയത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ വെറുതെ പുള്ളിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് ഒരു 5-6 വർഷമൊക്കെ ആകുമ്പോൾ റൊമാൻസ് ഒക്കെ ഇത്തിരി കുറയും അല്ലേ? റൊമാൻസും പ്രേമവും ഒക്കെ കുറയും. കാരണം മുമ്പൊക്കെ ഞാൻ വാട്സപ്പിൽ കുട്ട എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചെടുത്ത് ഇപ്പോൾ വരുമ്പോൾ 4 മുട്ട എന്ന് മാത്രമേ മെസ്സേജ് അയക്കൂ. അപ്പോൾ പക്ഷേ എനിക്കൊരു കാര്യം, വേറൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. പുള്ളി ഒരു 6 മാസം മുമ്പ് എന്നോട് ഭയങ്കര സ്നേഹം. അതായത് വീട്ടിൽ കയറി വരുന്നു, എൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു, എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു ഭാര്യയോടൊപ്പം. പിറ്റേന്ന് സെൽഫി എടുക്കുന്നു, വീടാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ. അങ്ങനെ കുറേ ദിവസം ഇത് തുടർന്നുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇതൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ സ്റ്റാറ്റസ് നോക്കുന്ന വ്യൂവേഴ്സിന് നോക്കിയപ്പോൾ അതിൽ സ്ഥിരം വ്യൂവറായിട്ടൊരു പെണ്ണ്.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഈ എഴുതിയ അടിക്കുറിപ്പൊക്കെ എന്നെ സ്നേഹത്തോടെ എഴുതിയതല്ല, ഈ വ്യൂവേഴ്സിന് മനസ്സിലാകാനുള്ള രഹസ്യ കോഡായിരുന്നു അതൊക്കെ. വീട്ടിലാണ്, ഭാര്യയുണ്ട്, വിളിക്കരുത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകളായിരുന്നു അതൊക്കെ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പുള്ളി നേരത്തെ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലേ റൊമാൻസ് ഇല്ലാന്ന്, അത് പച്ച കള്ളമായിരുന്നു. പുള്ളിക്ക് നല്ല റൊമാൻസ് ഉണ്ട്, നല്ല കട്ട റൊമാൻസ്, പക്ഷേ അതൊന്നും എന്നോടല്ലാന്ന് മാത്രം.